ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവർക്കും സുഖാണോ? ഞങ്ങളുടെ അപ്പയുടെയും അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നടന്നതിന്റെ 30ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു ഈ മെയ് 11. മറ്റൊന്നല്ല, ഞങ്ങളുടെ ചേട്ടനുണ്ടായിട്ട് 30 വർഷമാക്കിയിരിക്കുന്നു. ആളൊരു കാർ പ്രാന്തനായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് മിനി കാർഡ്സ് ആണ് ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളെ ചിഞ്ചു ചേച്ചി തന്നെയാണ്, അതായത് ചേട്ടൻ്റെ വൈഫ്. ഞങ്ങളുടെ വീട്ടിലും ചേച്ചിയുടെ റിലേറ്റീവിൻ്റെ വീട്ടിലും ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ച് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഇളയ കുട്ടികൾക്കും ഒരു കുപ്പത്തൊട്ടി സ്റ്റോറി ഉണ്ടായിരിക്കും അല്ലേ? അതായത് കുട്ടികളെ കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്തു, ഇളയ കുട്ടികളെ കടം വാങ്ങിച്ചതാണ് എന്ന് പറയുന്നൊരു സ്റ്റോറി. ഞങ്ങളുടെ വീട്ടിൽ അതിനൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറി ആയിരുന്നു ഉണ്ടായിരുന്നത്. 2006-2007 കാലഘട്ടത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഡയറക്ടറി ഇറക്കി. ആ ഡയറക്ടറിയിൽ ഏതോ ഒരു കണ്ണുകൂട്ടനായിരുന്നു അന്നത്തെ ഡയറക്ടർ പ്രിപ്പയർ ചെയ്തതെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. കാരണം ഞാൻ കിടക്കുന്നത് വേറെ ഏതോ വീട്ടിലെ പേരക്കുട്ടിയായിട്ടായിരുന്നു. അത് ആ ഒരു ചെറുപ്പത്തിൽ, അതായത് ഒരു 2ാം ക്ലാസ് കയറി അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഒരു അടിപിടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, ഇവളാ ഡയറക്ടറിയിലെ പോലെ എവിടെയെങ്കിലും പോയി കിടന്നാൽ മതിയായിരുന്നില്ലേ. ആക്ച്വലി ഞങ്ങൾ ആ പ്രായത്തിൽ ചേട്ടൻ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെല്ലാം വന്നാലും, ചേട്ടൻ എന്തൊക്കെ പറ്റിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കും. അതുപോലെ തന്നെ എനിക്ക് എന്താവശ്യം വന്നാലും ഞാൻ ഏറ്റവും ലാസ്റ്റ് പോകുന്നത് ചേട്ടൻ്റെ അടുത്ത്. ഒരിക്കലും ഞാൻ ഫസ്റ്റ് പോകില്ല. കാരണം ചേട്ടൻ്റെ കയ്യിൽ ഉള്ളത് ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. ആ ബെസ്റ്റ് ഡിസിഷൻ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എൻ്റെ മൈൻഡും ആളുടെ മൈൻഡും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചേട്ടൻ്റെ പക്വത എന്ന് പറയുന്നത് അത്രയും പീക്കിലാണ്. ആളുടെ ഡിസിഷൻ എടുക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. ആളൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആളുടെ വ്യൂ പോയിന്റ്സും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ എന്തൊക്കെ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എല്ലാ എൽഡേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. അനിയനോ അനിയത്തിക്കോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം അവരൊന്ന് കളിയാക്കും, ചിലപ്പോൾ ഒന്ന് ചീത്ത പറയുമായിരിക്കും. പക്ഷെ അവർ നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് കയറ്റും. അത് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം. നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ടോ എൽഡേഴ്സിന്റെ കയ്യിൽ അതിനുള്ള ഫൈനൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ചേട്ടൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഐ വിൽ ബി ദേർ ഫോർ യു. എല്ലാ സിബ്ലിങ്സും നമ്മൾ അങ്ങനെ ഒരു കട്ട ബോണ്ടിങ് ഉണ്ടായിരിക്കും. വൺസ് അഗെയിൻ ഐ വിഷ് യു ഓൾ സക്സസ് ചേട്ടാ.